ഹായ് ഫ്രണ്ട്സ്, വളരെ സന്തോഷകരമായൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. HSST അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത. HSST ഇംഗ്ലീഷിലെ സിലബസ് ഒരു വലിയ സിലബസാണ്. 14 മൊഡ്യൂളുകളാണ് ഈ സിലബസിലുള്ളത്. ഈ സിലബസിനെ ഞങ്ങൾ 4ആയി വിഭജിച്ചിട്ട് ഞങ്ങൾ 4 വോളിയൂംസിലുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഇറക്കിയിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ മൊഡ്യൂള് 11ാമത്തെ നമ്മളെ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഫോണറ്റിക്സ്, 12 ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്, 13 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറിയാണ്, 14 കൾച്ചർ സ്റ്റഡീസ്. ഈ മേഖലകൾ, ഈ 4 മൊഡ്യൂളുകളെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഈ വോളിയം നമ്പർ 1. അതായത് ഏറ്റവും നിങ്ങൾക്ക് പൊതുവെ പരിചയമില്ലാത്തൊരു മേഖലയാണ് കൾച്ചർ സ്റ്റഡീസും. പല കുട്ടികൾക്കും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് കൾച്ചർ സ്റ്റഡീസ്. ആ കൾച്ചർ സ്റ്റഡീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്, ലിംഗ്വിസ്റ്റിക്സ്, ലിറ്റററി തിയറി ആൻഡ് തിയറീസ്, അതുപോലെ കൾച്ചർ സ്റ്റഡീസ്, ഈ മേഖല ഉൾക്കൊള്ളുന്ന ഒന്നാമത്തെ വോളിയം. ഈ വോളിയത്തിൽ ഓരോ ഏരിയയിലും കൃത്യമായ ഓഥറെ കുറിച്ചുള്ള വിവരണങ്ങൾ, പഠിക്കാനുള്ള സിലബസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, നിങ്ങൾ ഓർമ്മിക്കപ്പെടേണ്ട ചില പോയിന്റ്സ്, അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും PSCയുടെ പുതിയ മാതൃകയിൽ ചോദ്യങ്ങൾ തയ്യാറാക്കിയ മൊഡ്യൂളാണ് ഇത്. നോക്ക്, നിങ്ങൾ HSST ആണെങ്കിൽ ഒരു ചാലഞ്ചാണ്. കാരണം സിലബസ് നിങ്ങൾക്കറിയാം, പൊതുവെ നമ്മളെ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് ക്രിട്ടിക്കൽ ഗ്യാപ്സ് അതിലുണ്ട്. സിലബസ് ആണെങ്കിൽ വിപുലമായ സിലബസ് ആണ്. പിന്നെ റിസോഴ്സസ് ആണെങ്കിൽ ഫ്രാഗ്മെന്റഡ് ആണ്. പല ഭാഗങ്ങളിലാണ് സിലബസ് ഉള്ളത്. അതുകൊണ്ട് ഈ പുതിയ പിന്നെ PSC പരീക്ഷയുടെ പുതിയൊരു മാതൃക, അതൊരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ആളുകൾക്ക്. അതായത് അപ്പോൾ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഈ പുസ്തകം 4 വോളിയൂംസ്. അതായത് ഒന്നാമത്തെ വോളിയം 11, 12, 13, 14. രണ്ടാമത്തെ വോളിയം എന്ന് പറഞ്ഞാൽ അതിൽ 1ഉം 2ഉം പാർട്ടുകളാണുള്ളത്. അത് ഞാൻ വിശദമായി പറയാം. അപ്പൊ ഈ പുസ്തകം പൊതുവെ ഒരു വൺ സ്റ്റോപ്പ് എൻസൈക്ലോപീഡിയ എന്നാണ്. 4 വോളിയൂംസ്. അതായത് കോംപ്രിഹെൻസീവ് കവറേജ് ഫ്രം ചോസർ ടു കൾച്ചർ സ്റ്റഡീസ്, കോംപ്രിഹെൻസീവ് കവറേജ് ഫ്രം ചോസർ ടു കൾച്ചർ സ്റ്റഡീസ്, 5000 ചോദ്യങ്ങൾ. പിന്നെ എക്സ്പേർട്ട് അനാലിസിസ് ആണ്. പിന്നെ ഡീപ് ഡൈവ്സ് ഇൻ ടു തിയറി. ഇതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. അതായത് നോക്കുക, നിങ്ങൾ വോളിയം 1 എടുക്കുക. ഈ വോളിയം 1 ഇതിൽ ഒന്നാമത് 11ാമത്തെ നമ്മുടെ മൊഡ്യൂള് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, 12 ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്, 3 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറിയാണ്, 4 കൾച്ചർ സ്റ്റഡീസ്. അതാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒന്നാമത്തെ വോളിയം, ഫസ്റ്റ് വോളിയം. ഈ വോളിയത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ പാഠഭാഗവും അതിനോടനുബന്ധിച്ച് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കുക, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് വോളിയം നമ്പർ 2. വോളിയം നമ്പർ 2 എന്താണ്? വാട്ട് ഈസ് ഇൻസൈഡ്. ഈ പുസ്തകങ്ങൾ കണ്ടോ? ഈ പുസ്തകം ഇതാണ്, വാട്ട് ഇൻസൈഡ് ഫ്രം ഏർലി ലിറ്ററേച്ചർ ടു 18th സെഞ്ചുറി ആണ്. മൊഡ്യൂള് 2, 3, 4. ഇതാണ് വോളിയം നമ്പർ 2. വോളിയം നമ്പർ 2 ഇതാണ് 3, 4, 2, 1 ഫ്രം ഏർലി ലിറ്ററേച്ചർ ടു 18th സെഞ്ചുറി. പിന്നെ അതായത് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡ് വരെയുള്ള, അതാണ് 2 ഡീറ്റെയിൽ ടെക്സ്റ്റും 2 നോൺ ഡീറ്റെയിൽ മൊഡ്യൂളുമാണ് ഇതിലുള്ളത്. നിങ്ങൾക്കറിയാം, ഈ എല്ലാ മേഖലയിലും ഇതുണ്ട്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായി കൊടുത്തിരിക്കുന്ന പുസ്തകമാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 വളരെ വിശദമായി, അതായത് വലിയ പുസ്തകമാണ്. ഓരോന്നിൻ്റെയും കാണാം 40ഓളം ചോദ്യങ്ങളുണ്ട്. ഓരോ ഏരിയയിലും, ഓരോ മൊഡ്യൂളിലെയും ഓരോ ചാപ്റ്ററും അതിൻ്റെ ചോദ്യങ്ങളും, ഓഥർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ പോയിന്റ്സ് റിമെമ്പർ ഉണ്ട്. നിങ്ങൾ ഓർമ്മിക്കപ്പെടേണ്ട, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കുട്ടിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരാൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യമായ എല്ലാ ഫാക്ട്സും അടങ്ങിയിരിക്കുന്ന ഡീറ്റെയിൽഡ് പുസ്തകമാണ് വോളിയം നമ്പർ 2.
ഇനി വാട്ട് ഈസ് വോളിയം നമ്പർ 3 എടുക്കുക. വോളിയം നമ്പർ 3 ഇതാണ് വോളിയം നമ്പർ 3. അതായത് 20th സെഞ്ചുറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, 20th സെഞ്ചുറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നോൺ ഡീറ്റെയിൽഡ് പാർട്ട്, പിന്നെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഇതാണ് വോളിയം നമ്പർ 3 എന്ന് പറഞ്ഞാൽ. വോളിയം നമ്പർ 3യിൽ നമ്മൾ 5, 6, 7 പാർട്ട് 5, 6, 7 പാർട്ട് നിങ്ങൾക്കറിയാം. WB Yeatsന്റെ സെക്കൻഡ് കമ്മിങ് മുതൽക്ക് തുടങ്ങുകയാണ്. അതിൽ ധാരാളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ നിങ്ങൾക്കറിയാം ഓബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതാണ് വോളിയം നമ്പർ 3. ഇനി നെക്സ്റ്റ് വൺ ഈസ് വോളിയം നമ്പർ 4. വോളിയം നമ്പർ 4 ഇതാണ് ഇംഗ്ലീഷ് മെറ്റീരിയൽ. ഇതിൽ 20th സെഞ്ചുറി ലിറ്ററേച്ചർ ഉണ്ട്. അതായത് വോളിയം നമ്പർ 4ൽ 20th സെഞ്ചുറി ലിറ്ററേച്ചർ, ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ലിറ്ററേച്ചർ, അമേരിക്കൻ നോൺ ഡീറ്റെയിൽഡ് പാർട്ട്. ഇതാണ് 4ാമത്തെ മൊഡ്യൂൾ. അതായത് 14 മൊഡ്യൂള്. 1ാമത്തെ മൊഡ്യൂള് 11, 12, 13, 14. 2ാമത്തെ മൊഡ്യൂളിൽ 1, 2, 3, 4. 3ാമത്തെ മൊഡ്യൂളിൽ 5, 6, 7, 8, 9, 10. അതായത് 4ാമത്തെ മൊഡ്യൂൾ. ഇങ്ങനെയാണ് 4 മൊഡ്യൂൾസ് അടങ്ങുന്ന ഒരു വളരെ എക്സോസ്റ്റീവായ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലാണ് പ്രൊഫസ്കി ലേണിംഗ് ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ പുസ്തകത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകം നിങ്ങൾക്കറിയാം ഇതാണ് അൺമാച്ച്ഡ് കോണ്ടന്റ് ഡെപ്ത്. അതാണ് ഈ പ്രത്യേകത. എവറി ചാപ്റ്റർ ഈസ് മെറ്റിക്കുലസ്ലി സ്ട്രക്ചേർഡ് ടു എൻഷുവർ കംപ്ലീറ്റ് മാസ്റ്ററി ആണ്. ഓതർ ബയോഗ്രാഫി ഉണ്ട്, ഗ്രേറ്റ് വർക്ക്സ് ആൻഡ് സമ്മറീസ് ഉണ്ട്, പിന്നെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റിന്റെ സമ്മറി കൃത്യമായി കൊടുത്തിരിക്കുന്നു, ക്രിട്ടിക്കൽ അനാലിസിസ് ഉണ്ട്, പിന്നെ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ടു പെർഫോം പെർഫെക്ഷൻ. ഇതിൽ ഈ പുസ്തകം നിങ്ങൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ HSST ഇംഗ്ലീഷിന്റെ വലിയ സിലബസ് ഫ്രാഗ്മെന്റഡ് ആണ്, പല മേഖലകളിലാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ മുഴുവൻ ഒരു സിലബസ്, ഒരു റൂഫിൽ, ഒരു കുടക്കീഴിൽ ഇതൊക്കെ കോർത്തിണക്കിയ പുസ്തകമാണിത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, നല്ല പ്രിപ്പയർ ചെയ്യുന്നു. അവസാനം നിങ്ങൾക്ക് റെഡി റെക്കണ്ട പോലെ ഈ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അതായത് വി ലീവ് നത്തിങ് ടു ചാൻസ്. അതായത് ഓരോന്നിലും ഒരു 60ഓളം ചോദ്യങ്ങൾ, MCQ ടൈപ്പ് 5000 ചോദ്യങ്ങൾ ഇതിലുണ്ട്. 5000 ചോദ്യങ്ങളുള്ള ഒരു വലിയ ഒരു സംരംഭമാണിത്. ഇത് ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് ആണ് തയ്യാറാക്കിയതെന്ന് പറഞ്ഞാൽ ഒരാളൊന്നല്ല, ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് ആണ് ഇത് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി കോളേജുകളിൽ പഠിപ്പിച്ച് പരിചയമുള്ള പാനൽ ഓഫ് എക്സ്പേർട്സ് തയ്യാറാക്കിയതാണ്. ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. പഴക്കാലത്തെ റിസർച്ച് വർക്കിന്റെ ഫലമായിട്ടാണ് ഈ പുസ്തകം വന്നത്. അതിൽ 3000, അതായത് ഈ പുസ്തകത്തിന്റെ 4 വോളിയൂംസിന്റെയും കൂടി വില 3000 രൂപയാണ്. അതായത് അത് ഫ്രീ കൊറിയർ ഡെലിവറി ആണ്. നിങ്ങൾ പണം അയച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടും. ഈ പുസ്തകം ഞങ്ങൾ കയ്യിലുണ്ട്. അതുകൊണ്ട് ഓർഡർ യുവർ ബുക്സ് ടുഡേ ഇറ്റ്സെൽഫ്, ഡോണ്ട് വെയിറ്റ്. അതാണ് താഴെ കാണുന്ന മേൽവിലാസത്തിൽ കൊടുക്കുക. അതായത് നിങ്ങൾക്കറിയാം, ഈ HSST പരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്, ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്. കിട്ടാനുള്ളത് ഒരു വലിയ പോസ്റ്റാണ്. എഡിറ്റ് മേഖലയിൽ ഒരു പോസ്റ്റിന് കൊടുക്കേണ്ട ഡൊണേഷൻ നിങ്ങൾക്കറിയാം, ഏകദേശം ഊഹിക്കാൻ പറ്റും. ഇത് 3000 രൂപ മാത്രമാണ് ഈ പുസ്തകത്തിനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 10 മാർക്ക് നേടാൻ സാധിച്ചാൽ വലിയ ഗുണമായിരിക്കും. ഒരു ലിസ്റ്റിൽ 10 മാർക്ക് അധികം നേടുക. ഇപ്പം എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്, എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്, MPhil നേടിയ ആളുകളാണ്, PhD ഉള്ള ആളുകളാണ്, B.Ed, M.Ed, അതുപോലെ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, പല സ്കൂളുകളിലും ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അത്തരം ആളുകൾക്കൊക്കെ തന്നെ, കോളേജുകൾ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഒരു പെട്ടെന്ന്, അതായത് ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി അതായത് ഈ ഫ്രാഗ്മെന്റ് ചെയ്ത് നോക്കാതെ ഒന്നിച്ച് ഈ പുസ്തകം നോക്കി പഠിക്കാൻ കഴിയും. അതാണ് ഈ പുസ്തകത്തിന്റെ സവിശേഷത. കാരണം പല മേഖലകളായി വ്യാപിച്ച് കിടക്കുന്ന സിലബസിന് ഒരു മുത്തുമാല പോലെ കോർത്തിണക്കിയിട്ടാണ് ഞങ്ങൾ ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പുസ്തകം ഉടൻ തന്നെ കരസ്ഥമാക്കാൻ ഞങ്ങളെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
3000 രൂപയ്ക്ക് നിങ്ങൾക്ക് കോപ്പീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ പുസ്തകം കരസ്ഥമാക്കുക. നിങ്ങളെ മിക്കവാറും മെയ് മാസം അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് അല്ലെ ജൂൺ 1 പരീക്ഷ ഉണ്ടാവും. ഒരു 3 മാസം ഒരു 3 ആവർത്തി പുസ്തകം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ വളരെ ആത്മവിശ്വാസത്തോടെ എഴുതാൻ കഴിയും. അത് നിങ്ങളെ ഭാവിയെ സുരക്ഷിതമാക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഒട്ടും വൈകാതെ ഈ പുസ്തകം നിങ്ങൾ കരസ്ഥമാക്കുക. എല്ലാവിധ വിദ്യാസംസം നടന്നുകൊണ്ട് പ്രൊഫസ്കെയിലിന് വേണ്ടി രാജേന്ദ്ര മാഷ്. ഈ പുസ്തകം ഞാൻ തയ്യാറാക്കിയത് ഒരുപാട് ആളുകളെ സഹായത്തിലുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം ഒട്ടും വൈകാതെ നിങ്ങൾ തന്നെ വാങ്ങുക. വാങ്ങിയിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക. ഇതാണ് 4 വോളിയൂംസ് ഉള്ള ഈ പ്രൊഫസ്കെയിലിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ. ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.